ഒരിക്കൽ ഒരിടത്തൊരു വീട് പണി നടക്കുകയാണ്. അപ്പോൾ വീടിൻ്റെ പ്ലാനും വരയ്ക്കാൻ ഒരാളുണ്ട്, ജോലിക്ക് ആളുണ്ട്, ജോലിക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലെ ഈ കഥയിൽ ആഴത്തിൽ പരിശോധിച്ചാൽ ഈ വീട് പണിക്ക് പ്ലാനിങ് വരയ്ക്കുന്ന ആളാണ് യേശു. ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരാണ് സുവിശേഷകരും. ആരൊക്കെയാണ്? പ്രവാചകന്മാരും മിഷണറിമാരും. അവരൊക്കെ എന്താണ് ഇവ ഇങ്ങനെ വിചാരിക്കണമെന്ന് വെച്ചാൽ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ. ഞാൻ പറഞ്ഞു തരാം. യേശു ക്രിസ്തുവാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ ലോകത്തെ എല്ലായിടത്തും പോയി സുവിശേഷം പറയണം എന്നത്. ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട്. അതിനു വേണ്ടി ആരെ തിരഞ്ഞെടുക്കണം, നമുക്ക് വേണ്ടി പോവണം എന്നൊക്കെ ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ബൈബിളിൽ പറയുന്നുണ്ട്, വയലും ഒക്കെ ഓക്കെയാണ്, പക്ഷേ വേലക്കാരൊക്കെ കുറവാണ്. മിഷണറിമാർ കുറവാണ്, സുവിശേഷകർ കുറവാണ്, പിന്നെ പ്രവാചകന്മാർ കുറവാണ്. അതാണ് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് കുറവാണ്. ദൈവത്തിന് ഇനിയും ആൾക്കാരെ വേണം, മനസ്സിലായോ? സുവിശേഷം ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം, പുതിയ പുരോഹിതരെ വേണം, പുതിയ മിഷണറിമാരെ വേണം, പുതിയ ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിന് വേണം, ജോലിയിലൂടെ കൂടെ ചെയ്ത് രാത്രികാലങ്ങളിൽ സുവിശേഷ വേല ചെയ്യാൻ താല്പര്യമുള്ളവരെയും വേണം. ഇവരെ എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തെ എല്ലായിടത്തും സുവിശേഷം എത്താൻ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിക്കുമനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സുവിശേഷം എത്തിക്കാനും ലോകത്തിൻ്റെ അവസാനം വരെയും സുവിശേഷം എത്തിക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങളതിന് തയ്യാറാണോ? നിങ്ങൾക്ക് സുവിശേഷകനാവാനോ, മിഷണറി ആവാനോ, ബൈബിൾ ട്രാൻസ്ലേറ്റർ ആവാനോ? മിഷണറി ആവാനോ, ബൈബിൾ ട്രാൻസ്ലേറ്റർ ആവാനോ, ജോലിയിലൂടെ സുവിശേഷം ചെയ്യാനോ നിങ്ങൾ തയ്യാറാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം നിങ്ങളെ വിളിക്കുകയാണ്.